എത്താം. ശ്രീ ജോർജ് പടിപ്പാറ, ബി.ജെ.പി പോലെ ഒരു കേഡർ പാർട്ടിയുടെ അകത്ത് നിന്ന് അതിന്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് വ്യക്തമാക്കുന്നത് ശ്രീജിത്ത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തലത്തിൽ നടത്തേണ്ട മാറ്റങ്ങൾ ഇവർ കൊട്ടിഘോഷിക്കുന്ന പോലെ മണ്ഡലങ്ങൾ 2 140 280 ജില്ല 30 ജില്ലാ തലത്തിൽ പ്രസിഡന്റുമാർ 3 പേരാക്കി. ഇതിന് പകരം സ്ഥായിയായിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കാതെ ഉണ്ടാകുന്ന മാറ്റം ഗുണം ചെയ്യുകയില്ല എന്ന് പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വിലയിരുത്തലാണ് ശ്രീജിത്ത് പറയുന്നത്. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പാർട്ടിക്കകത്തു നിന്ന് തന്നെയാണ് പറയുന്നത് നോർമലി ഇതിലൊരു മാറ്റം ഉണ്ടാകുന്നു. പക്ഷെ ആ മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റമുണ്ടായി എന്നുള്ളൊരു സമ്മതിക്കൽ അതിനകത്ത് ഇല്ലാതാനും. പുറത്തു നിന്ന് കാണുമ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷ മാറ്റം വേണം എന്ന് ഒരു വിഭാഗം പറയുന്ന അത്തരം ചില പുകച്ചിലുകളും പ്രതിഷേധങ്ങളുടെയും ഒക്കെ അനുരണനങ്ങളൊക്കെയാണ് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ ശ്രീ ജോർജ് പടിപ്പാറ താങ്കൾക്ക് തോന്നുന്നു? രാജ്യസന്നദ്ധത പോലും നേരത്തെ അറിയിച്ചതാണ് കെ സുരേന്ദ്രൻ. പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കുന്നത് കെ സുരേന്ദ്രന്റെ രാജി ആവശ്യമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം ഇപ്പോഴുള്ള സംസ്ഥാന അധ്യക്ഷനൊപ്പമാണ് നിൽക്കുന്നത് എന്നാണല്ലോ പുറത്തു നിൽക്കുന്നവർക്ക് തോന്നുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം പുറത്തു നിൽക്കുന്നവർക്ക് അതിൽ വിലയിരുത്താനുണ്ടോ? അപർണ, അതിനകത്ത് ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കെ സുരേന്ദ്രൻ ആണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്ന് ഏറെക്കുറെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് അവിടെ നടന്നത്. പക്ഷെ പാലക്കാടിന്റെ കാര്യത്തിൽ അവിടുത്തെ അണികൾ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ ദേശീയ കൗൺസിൽ അംഗം, അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ, മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ ഒരു പ്രത്യേക സമുദായത്തിലെ കൗൺസിലർമാർ, ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് ഇക്കുറി ഈ കൃഷ്ണകുമാറിന്റെ പേരല്ല, മറിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എവിടെ നിർത്തിയാലും മികച്ച പോരാട്ടം നടത്തുന്ന, വോട്ട് വിഹിതം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കുന്ന, ഇപ്പോൾ ഞാൻ ഈ ശ്രീധരനെ പോലെ ഒരാൾ പാലക്കാട് നിന്ന് നിഷ്പക്ഷ വോട്ടുകൾ ഒരുപാട് നേടി, അത് നമുക്കറിയാം. അത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വലിയ മെട്രോമാൻ്റെ ഒരു വ്യക്തിത്വം, അത് നമ്മൾ സാധാരണ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് നിഷ്പക്ഷമതികൾ, അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് പരിഗണിച്ച് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും, CPM-കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇതിലൊന്നും പെടാത്ത നിഷ്പക്ഷമതികൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത് ഏതാണ്ട് ഒരു 18% വരെ, അല്ലെങ്കിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ച കഥ ഞാൻ അതിന്റെ കണക്ക് മറന്നുപോയി. 40,000 വരെ ശോഭാ സുരേന്ദ്രൻ അന്ന് വോട്ട് കിട്ടി. അത് കൂടുതലും അന്നാണ് ബി.ജെ.പി ഈ പറഞ്ഞ പോലെ 2ാം സ്ഥാനത്ത് ആദ്യമായിട്ട് എത്തുന്നത്, കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം നമ്മൾ പലയിടത്തും കണ്ടു. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തു എന്ന് കണ്ടു, അതുപോലെ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ എന്ത് ചെയ്തു എന്ന് കണ്ടു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പിള്ളറാണ്, ഒരു വോട്ട് ക്യാച്ചറാണ്. അപ്പൊ അവരൊരു പക്ഷേ പാലക്കാട് പോലെ ഒരു നിർണായക മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ഏറ്റവും ക്ലാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സാധ്യതയുള്ള ആ മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ അണികൾക്ക് അത്രമേൽ താല്പര്യമില്ലാത്ത ഒരു പരിചയ സമ്പത്ത് പാലക്കാടിന്റെ സ്വന്തം എന്താ പറയാ മണ്ണിന്റെ മണം എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു ഘടകങ്ങൾ വെച്ചാൽ അദ്ദേഹത്തിന് അവിടെയുള്ള പാർട്ടിക്കാരെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലായിട്ട് അവിടെ 3 പേരുകൾ വന്നു. സാക്ഷാൽ സുരേന്ദ്രന്റെ പേര് വന്നു, ശോഭാ സുരേന്ദ്രന്റെ പേര് വന്നു, ഈ പറഞ്ഞ പോലെ കൃഷ്ണകുമാറിന്റെ പേര് വന്നു. ഒടുവിൽ കൃഷ്ണകുമാറിന് നറുക്ക് വീഴുന്ന കാഴ്ച കണ്ടു. അവിടെയുള്ള ബി.ജെ.പിക്കാർക്കും അറിയാം, പൊതുവിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, അതിനൊറ്റ കാരണമേ ഉള്ളൂ, സംസ്ഥാന അധ്യക്ഷൻ കൃഷ്ണകുമാറിനോടൊപ്പം നിന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യത്തെ കേന്ദ്ര നേതൃത്വം അക്നോളജ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് കണ്ടാൽ ഒരു കടുത്ത പോരാട്ടമെങ്കിലും നടക്കേണ്ടിയിരുന്ന പാലക്കാട് ഒടുവിൽ ഫലം വന്നപ്പോൾ വളരെ ഏകപക്ഷീയമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന UDF സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാഴ്ച കണ്ടു. അവിടെ അദ്ദേഹത്തിന് വീഴ്ച വന്നു എന്ന് തന്നെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ വലിയ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് രാജ്യസന്നദ്ധത അറിയിച്ചു. അപ്പൊ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല, അത് അദ്ദേഹത്തിന്റെ മാത്രം കുറ്റമല്ല. പക്ഷെ അവിടെ ഒരു പരിഗണന സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നടന്ന തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ബി.ജെ.പി പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം, 80,000-ലധികം വോട്ടിന്റെ വലിയ വ്യത്യാസത്തിൽ സുരേഷ് ഗോപി വിജയിക്കുന്നത്. അപ്പൊ അവിടെയും ഇതേ നേതൃത്വം, ഇതേ എന്താ പറയാ രാഷ്ട്രീയം, ഇതേ തന്ത്രങ്ങളൊക്കെ തന്നെയാണ് പയറ്റിയത്. അവിടെ വലിയൊരു വിജയം നേടിയെടുക്കാൻ ഈ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞത് സുരേന്ദ്രന്റെ മിടുക്കൊണ്ടാണോ അതോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു താരപരിവേഷമുള്ള വ്യക്തിത്വം, വളരെ നല്ല മനുഷ്യൻ എന്ന പ്രതിച്ഛായയുള്ള അദ്ദേഹം 5 വർഷമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനം കൊണ്ടുണ്ടായ ഒരു റിസൾട്ടാണ് അതെന്നൊക്കെ വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷെ എങ്കിലും പലപ്പോഴും വിജയത്തിന്റെ ക്രെഡിറ്റ് അതാത് സമയത്ത് സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കിട്ടാറുണ്ട്.
ആ ഒരു ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രനും കിട്ടി, അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്നതുമാണ്. അതുപോലെ തന്നെ അതേ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് വളരെ നേരിയ മാർജിനാണ് തോൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. സാക്ഷാൽ ശശി തരൂരിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചാണ് കീഴടങ്ങുന്നത്. അതിനേക്കാൾ തിളക്കമുള്ള ഒരു മത്സരമാണ് നമ്മൾ ആറ്റിങ്ങലിൽ കണ്ടത്. അതെ. ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിനൊടുവിൽ എന്താ പറയുക, CPM-ന്റെ ഒക്കെ വളരെ ശക്തി കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ കോൺഗ്രസ് അടൂർ പ്രകാശിനെ പോലെ ഒരു വലിയ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിക്കണം എന്ന് എങ്ങനെ അറിയാവുന്ന, അതിന്റെ ഫോർമുലാസ് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന അടൂർ പ്രകാശ് പോലും അവസാന നിമിഷത്തിലെ ഉദ്വേഗഭരിതമായ ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ കണ്ടത്. അവിടെയും അത്രയും മാന്യമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നാൽ ആലപ്പുഴയിൽ കഴിഞ്ഞു. അങ്ങനെ പല മണ്ഡലങ്ങളിലും BJPക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്ന കാലത്ത് പോലും BJPക്ക് കഴിയാതിരുന്ന വലിയ ഒരു പോരാട്ട വീര്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, വോട്ടിന്റെ പെർസെന്റേജ് 20% അടുപ്പിക്കാനും കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന നേതാവിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെതായ അവകാശവാദങ്ങളെ ക്രെഡിറ്റ് മുന്നോട്ട് വെക്കാൻ കഴിയും. അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടി. ഇത്തവണ മത്സരിച്ചവർക്ക് അതിന്റെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ പല ഘടകങ്ങളിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ, ഒരു സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എപ്പോഴും മോശം പ്രകടനം മാത്രം നടത്തുന്നു, പാർട്ടിയുടെ വിജയത്തിന് ആവശ്യമായ ഫോർമുലകൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രകടനത്തിലേക്ക് പാർട്ടിയെ നയിക്കുന്നില്ല എന്ന ആരോപണം ഒരു വശത്ത് ഉയരുമ്പോഴും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് പരിശോധിക്കുമ്പോൾ അത്ര മോശമല്ലാത്തൊരു ബാലൻസ് ഉണ്ട്. ആദ്യമായിട്ട് BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. ആ അതേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒരിക്കലും ഉണ്ടാകാത്ത അത്രയും ഉജ്ജ്വലമായ പോരാട്ട അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുണ്ട്, അദ്ദേഹത്തിന്റെ ബാലൻസ് ഷീറ്റിലുണ്ട്. ഇപ്പൊ പാലക്കാട് സംഭവിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കഥ മാത്രം വിലയിരുത്തിയാൽ അദ്ദേഹത്തിന് അതിന്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശിയാകാം, അദ്ദേഹം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ, ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിലാക്കാതെ ആകാം കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അതൊരു പാളിയ തീരുമാനമായി പോയി. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് വിലയിരുത്താം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം മറുവശത്തുണ്ടായത്. നമുക്കറിയാം BJPക്ക് എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യം എന്താ? BJPയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ അകത്തുള്ള രണ്ട് ധാരകളാണ്. ഒരു വശത്ത് നമുക്കറിയാം കൃഷ്ണദാസും അതുപോലെ തന്നെ MT രമേശും അടക്കമുള്ള ഒരു വിഭാഗം. ശോഭാ സുരേന്ദ്രനാവട്ടെ ഈ കൂട്ടത്തിലും ഇല്ല, അതുപോലെ തന്നെ സുരേന്ദ്രൻ കൂട്ടത്തിലും ഇല്ലാതെ ഒരു സ്വതന്ത്ര വ്യക്തിത്വമായിട്ട് പലപ്പോഴും സമാന്തരമായിട്ട് നീങ്ങുന്നു. ഇപ്പുറത്താണെങ്കിൽ മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന വിഭാഗം, രാജേഷ് അടങ്ങുന്ന VV രാജേഷ് ഒക്കെ ഉള്ള വേറെ അങ്ങനെ ഒരു വിഭാഗം. അപ്പൊ ഈ രണ്ട് ധാരകൾ, 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും BJPയുടെ ഒരു മുന്നോട്ട് പോക്ക്. നേരെ മറിച്ച് അവർ ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് മുന്നേറിയാൽ എനിക്ക് തോന്നുന്നു അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ കണ്ടതാണ്. അതായത് ആ കാലാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും നമ്മൾ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, BJP ഒരു കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ ഒരു ഭാരതം സങ്കല്പിക്കുന്ന പോലെ ഒരു കോൺഗ്രസ് മുക്ത കേരളവും സങ്കല്പിച്ചിരുന്നു. കോൺഗ്രസ് തകർന്നാൽ അല്ലെങ്കിൽ UDF തകർന്നാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം BJPക്ക് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ, ആ ഒരു രാഷ്ട്രീയ അടവ് നയമാണ് സ്വീകരിച്ചത്. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അതിനകത്ത് ഈ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFന് പലപ്പോഴും ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഒരു വലിയ ഷെയർ ഇല്ല എന്നുള്ളതാണ്. അതിലെ ചങ്ക് ഷെയർ പലപ്പോഴും കൊണ്ടുപോകുന്നത് CPM ആണ്. BJPക്കും ആ വോട്ട് ഷെയർ ആണ് കൂടുതൽ കിട്ടേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ BJPയുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ UDFനെ അറ്റാക്ക് ചെയ്യുക, ന്യൂനപക്ഷങ്ങളെ അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് ഹിന്ദു വോട്ടിന്റെ ഒരു ഏകീകരണം LDFന് അനുകൂലമായിട്ട് നടക്കുന്നതിനെതിരെ അവർ എന്താ പറയാ മൂകസാക്ഷികളായി നിൽക്കുക. ഇപ്പോ BJP കുറെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UDFനെ തകർക്കുന്നതല്ല, മറിച്ച് LDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുന്നതാണ് ആത്യന്തികമായിട്ട് BJPയെ സഹായിക്കുക. അവർക്ക് കേരളത്തിൽ കുറെ കൂടി മുന്നേറാനുള്ള ഒരു സാധ്യത തെളിയുക അങ്ങനെയാണ് എന്നുള്ളൊരു കണക്ക്, അല്ലെങ്കിൽ ആ ഒരു ധാരണയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ആ ധാരണ ബലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ എന്താ പറയാ യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കാരണം BJP മുന്നേറിയത് ആരുടെ അക്കൗണ്ടിലാണ്, ആരുടെ ചെലവിലാണ്? തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലിലായാലും ആലപ്പുഴയിലായാലും മറ്റേത് മണ്ഡലങ്ങളിലായാലും പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്തിരുന്ന UDFനല്ല LDFന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽ, പ്രത്യേകിച്ച് SNDP സംഘടനയൊക്കെ അതിശക്തമായി തന്നെ അവരുടെ നിലപാടൊന്ന് മാറ്റുകയും
ആ മാറ്റത്തിന്റെ ഒരു നേട്ടം ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. അല്ലെങ്കിൽ ആറ്റിങ്ങലൊക്കെ ഈ രീതിയിൽ LDFന് തകർച്ചയും തിരിച്ചടിയും നേരിടേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ലാറ്റിൻ കത്തോലിക്കർ ഒന്നടങ്കം ഈ ശശി തരൂരിനൊപ്പം UDFനൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ കഥയും വേറൊന്നാകുമായിരുന്നു. തൃശ്ശൂരിൽ ഈ പറഞ്ഞ പോലെ വൻതോതിൽ എന്താ പറയാ, രണ്ടാം സ്ഥാനത്ത് LDF എത്തി, സുനിൽകുമാർ എത്തി എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും CPMന്റെ പരമ്പരാഗത തട്ടകങ്ങളിൽ അതിന് നാട്ടിക അബ്ദിക്കാടും പോലെയുള്ള ഒല്ലൂർ 20,000 വോട്ടിനൊക്കെ ജയിച്ച ഒല്ലൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പോലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ രണ്ടാം സ്ഥാനത്തേക്കും മൂന്നാം സ്ഥാനത്തേക്കും ഒക്കെ തള്ളിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ തള്ളല് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി LDFന് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഉണ്ടായതിന്റെ കാരണം LDF വോട്ട് ബാങ്കിൽ ഉണ്ടായ വിള്ളലാണ്. അത് അവരും പരസ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് എത്തിയെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ശരിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷന്റെ പോക്കറ്റിൽ തന്നെ നിൽക്കുന്ന ചില ക്രെഡിറ്റുകൾ അവിടെ ഉണ്ട്. അതുകൂടി രാഷ്ട്രീയമായി വിലയിരുത്താതെ ചർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ല. ഞാൻ ഷാബു പ്രസാദിലേക്ക് വരുന്നതിന് മുമ്പ്